യേശു കടൽത്തീരത്ത് വെച്ച് വിതക്കാരൻ്റെ ഉപമ വരെ പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കുമ്പോൾ വിരോധാഭാസം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം, ഒരു കടൽത്തീരത്ത് നിൽക്കുന്ന ജിയോഗ്രഫിക്കലി കടലുമായി ബന്ധപ്പെട്ട ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി ഏറെ വ്യത്യാസമുള്ള ഒരു കൃഷിസ്ഥലവുമായി വിതയുമായി ബന്ധപ്പെട്ട് ക്രിസ്തു സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ഓഡിയൻസിന് ഒരുപക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ അത്ര വ്യക്തതയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും യേശു ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുന്ന ഉപമ ഇങ്ങനെയാണ്: ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിൽ വീണു, ചിലത് മണ്ണധികമില്ലാത്ത പാറപ്പുറത്ത് വീണു, ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. വ്യത്യസ്തമായ ഇടങ്ങളിലാണ് ഇത് വീണിരിക്കുന്നത്. വീഴാൻ കാര്യം എന്താണ്? വിതക്കാരന് വിത്ത് വിതയ്ക്കാൻ അറിയില്ലേ? വിതക്കാരന് വിത്ത് വിതയ്ക്കാൻ അറിയില്ല എന്ന് പറയാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വിതക്കാരെന്ന് പറയില്ല. അദ്ദേഹത്തിന് വിതയ്ക്കാനൊക്കെ അറിയാം, എങ്കിലും പലതും പലയിടത്തായി വീണു. എനിക്ക് തോന്നുന്നു ഈ ഗോസ്പൽ യേശു പറയുന്നത് ഒരു സാധ്യതയുടെ ഒരു പഠനമാണ്. കാര്യം, ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടാൻ സാധ്യതയില്ല. വേണമെങ്കിൽ ഇതിൽ നിന്ന് ഇനിയും പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് വിതക്കാരൻ ബോധപൂർവം വിതച്ചു. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാര്യം, ചിലത് വഴിയരികിൽ വീണു. ഈ വഴിയരികിൽ മനുഷ്യർ ഒത്തിരി നടന്ന് ആ പാറ ഉറച്ചു പോയതായിരിക്കുമല്ലോ. അല്പമൊന്ന് കിളച്ചു കൊടുത്താൽ, അവിടെ ആവശ്യമില്ലാതെ ആരും നടക്കാതിരുന്നാൽ അതിനിയും നല്ല രീതിയിൽ ബലം പുറപ്പെടുവിക്കുന്ന മണ്ണായി മാറാൻ സാധ്യതയുണ്ടല്ലോ. രണ്ടാമത് വീണത് മണ്ണധികമില്ലാത്ത പാറപ്പുറത്താണ്. ഈ പാറയ്ക്ക് ഒരു സാധ്യതയുണ്ടല്ലോ, അത് ഒടിഞ്ഞ് കുറച്ചും കൂടി കാലങ്ങളെടുക്കുകയാണെങ്കിൽ അതിനും നല്ല മണ്ണുണ്ടാകാൻ സാധ്യതയുള്ളൊരു നിലമായിട്ട് മാറാമല്ലോ. അതേ കണക്ക് മുള്ളുകൾക്കിടയിൽ വീണത്, ആ മുള്ള് എടുത്ത് മാറ്റുകയാണെങ്കിൽ, കുറച്ചും കൂടി അതിനെ കിളച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് അതും ഒരു നല്ല നിലമായി മാറാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നിലത്ത് വീണു എന്ന് പറയുമ്പോൾ പല നിലമാണെങ്കിലും എല്ലാത്തിലും സാധ്യതയുണ്ട്. എല്ലാത്തിൽ നിന്നും ഏറ്റവും നന്മയുള്ളത് പുറത്തു വരാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ചിലയിടത്ത് 30 മേനിയും ചിലയിടത്ത് 60 മേനിയും ചിലയിടത്ത് 100 മേനിയും ഫലം പുറപ്പെടുവിച്ചു. എന്ന് വെച്ചാൽ നല്ല നിലത്ത് തീർച്ചയായിട്ടും 100 മേനിയായിരിക്കും ഫലം പുറപ്പെടുവിച്ചത്. എന്നാൽ മറ്റിടവും ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ 100 മേനിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോസിബിലിറ്റി ഇനിയും ഉണ്ട്. കുറച്ച് സമയം കൊടുത്താൽ, കുറച്ച് ആ നിലം ശ്രദ്ധിച്ചാൽ ഇനിയും അതിൽ നിന്ന് നല്ല ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ഗോസ്പൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യാശയാണ്. ഇതുവരെയും ഒരു ക്രൈസ്തവ ജീവിതം ജീവിച്ചിട്ട്, വചനത്തിൽ ജീവിച്ചിട്ട് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റിയില്ലെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി സംസാരിച്ച വാക്കുകളാണിത്. ഇനിയും നമുക്ക് സമയമുണ്ട് 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ. ഇപ്പോഴും നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്നതിനർത്ഥമില്ല. ഒരുപക്ഷെ ഇപ്പോഴും നമ്മൾ 30 മേനി പുറപ്പെടുവിക്കുന്നവരാണ്, 60 മേനി പുറപ്പെടുവിക്കുന്നവരാണ്. എന്നാൽ ഇത് പോരാ, ഇനിയും സമയമുണ്ട്, ഇനിയും കാലങ്ങളുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം. കുറച്ചും കൂടി കാത്തിരിക്കാം, കുറച്ചും കൂടി നമ്മുടെ നിലത്തെ ശ്രദ്ധിക്കാം. 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ ഇനിയും സമയമുണ്ട്, കാലമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.